ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ആർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളപ്പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അതും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതാ നമ്മുടെ പോള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ കഴുകിയെടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചരി സോക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് ടൈമൊന്നും സോക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 2-3 മണിക്കൂറൊക്കെ സോക്ക് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വീണ്ടും ഒരു 2-3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ പച്ചരി നല്ലപോലെ സോക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പച്ചരി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് സോക്കായി കിട്ടിക്കോളും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 3 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ സോക്കായി വന്നോളും. ഇനിയിപ്പോൾ ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കുക്ക്ഡ് റൈസില്ലേ, നമ്മുടെ സാധാരണ ചോറ്, അത് ഇട്ട് കൊടുക്കാം. ഏതരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മട്ടർ റൈസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബാറ്ററിൽ ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ആയതുപോലെ ഉണ്ടാവും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ആക്കി എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാനിതിപ്പം തലേന്ന് രാത്രി റെഡിയാക്കി വെക്കാണ് കേട്ടോ, രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇഡലി അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ അരിയൊക്കെ അരച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിനും ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെക്കുന്ന സമയത്ത് എയറൊക്കെ ഉള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള അടപ്പുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതിപ്പം പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ മാവ് എത്രമാത്രം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ പാത്രം എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ വലിയ പാത്രം എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. കാരണം നമ്മുടെ ആ മാവുണ്ടല്ലോ, അത് ഇത്രയും തന്നെ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള അടപ്പില്ലേ, അത് കുറച്ച് ലൂസായതുകൊണ്ട് ഞാൻ വേറൊരു അടപ്പ് വെച്ചിട്ടാണ് പിന്നെ അടച്ചു വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പം കാര്യമായിട്ട് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു സിറപ്പും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി തട്ടില്ലേ, അതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇതുപോലത്തെ പ്ലേറ്റൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നല്ലപോലെ ഒന്ന് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇത് റെഡിയായി വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി.
പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാതിരുന്നത്. ദോശയുടെയൊക്കെ പോലെ അത്ര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്ററൊക്കെ ഉണ്ടാവില്ല, അത്രയും കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി വേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഒരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റീമറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത പ്ലേറ്റിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റാം. ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സിറപ്പും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ടെന്ന്, അതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ചെറിയ പഴം ഇല്ലേ, പൂവൻ പഴം, അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരയുടെ അളവ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള അളവില്ല കേട്ടോ. കാരണം നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇതുപോലൊരു മാഷറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഇതില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിക്കാം വീഡിയോയിൽ. അപ്പോഴേക്കും ഇതാ നമ്മുടെ പോള ഉണ്ടല്ലോ, വെള്ളപ്പോള, അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ടൂത്ത് പിക്കൊക്കെ നല്ലപോലെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ 2 പോളയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തതും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പോള റെഡിയായി കിട്ടും. ഇനിയിപ്പം ഇതൊന്ന് ചൂട് പോയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ അടുത്തതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇല്ല എങ്കിൽ നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടിന്നൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതും കൂടി ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇതിപ്പം കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ പുഡിങ്ങൊക്കെ പോലെ വായിലൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു കേക്കിൻ്റെ ടിന്നിലും കൂടി ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വെള്ളപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ അതും അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു സിറപ്പും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ, അപ്പോൾ അത് കൂട്ടി കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാനിതാ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സിറപ്പ് ഉണ്ടല്ലോ, അതിതാ ഈ ഒരു പോളയുടെ മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പഴത്തിൻ്റെ പീസൊക്കെ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അത്രയും ടേസ്റ്റാണ്. എന്താ പറയുക, പുഡിങ്ങൊക്കെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും സോഫ്റ്റും ആണ് ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.